Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. ഇന്നലെ എടുത്തത് നോക്കിയോ? മിസ് എടുത്തത് നോക്കിയോ എല്ലാവരും? നോക്കിയോ? പ്രിന്റ് എടുത്തിട്ടില്ല അല്ലെ? എല്ലാവരും അങ്ങനെയാണോ? പ്രിന്റ് എടുത്തിട്ടുണ്ടോ? ഇല്ല മാഡം. ഇല്ല. ഓക്കെ. ഇനി ഈ വീക്ക് കഴിയുമ്പോഴാണോ എടുക്കുന്നത്? എടുത്തു, കൊടുത്തിട്ടുണ്ട് അല്ലെ? ഓക്കെ. അപ്പൊ പ്രിന്റ് ഒക്കെ കിട്ടുമ്പോ എല്ലാവരും നോക്കുക കേട്ടോ. ഓരോ മിസ്സുമാർ എടുക്കുന്ന പോർഷൻസും അന്ന് തന്നെ നോക്കുക. നിങ്ങൾക്കറിയാം, ഇപ്പൊ ഇനി പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അല്ലെ? നിങ്ങൾ ഡിപ്ലോമ കഴിഞ്ഞ് വന്നതാണ്. അതെങ്കിൽ എന്ത് പറ്റും? നിങ്ങൾ ഒന്നിച്ച് നോക്കാനിട്ട് കഴിഞ്ഞാല് നിങ്ങൾക്ക് തന്നെ ലോഡ് ആവും ലാസ്റ്റ് കേട്ടോ. അപ്പൊ അന്നാന്ന് എടുക്കുന്നത് പരമാവധി അന്നാന്ന് തന്നെ പഠിക്കാൻ നോക്കുക. ഇത്തിരി കുറച്ച് പോർഷൻസ് ഒക്കെ അല്ലേ എടുക്കുന്നുള്ളൂ. ഇപ്പൊ 5th മാത്രം എടുത്താൽ മതി. 5th കഴിഞ്ഞിട്ട് 6th കിടക്കുമ്പോ മാത്രം 6th എടുത്താൽ മതി കേട്ടോ. മിസ്മാർ ഓരോ ചാപ്റ്റർ കഴിയുമ്പോ പറയും. നിങ്ങൾക്ക് 5th 8 ചാപ്റ്റേഴ്സ് ആണുള്ളത് അല്ലെ? 8 ചാപ്റ്റേഴ്സ് മൊഡ്യൂൾ കഴിഞ്ഞിട്ടല്ലേ 6th എടുക്കത്തുള്ളൂ? അങ്ങനെ എടുക്കുള്ളൂ. 5th കഴിഞ്ഞിട്ടാണ് 6th എടുക്കുന്നത്. പിന്നല്ല, ആരും ചോദിച്ചില്ലേ മിസ് ക്ലാസ് നിർത്തിയപ്പോ പോളിമോർഫിസം ഒന്നുകൂടെ പറഞ്ഞുതരുമോന്ന്? ഓക്കെ. പോളിമോർഫിസം എന്ന് പറഞ്ഞാല് ഒരു സബ്സ്റ്റൻസ് അല്ലെ, ഒരു സബ്സ്റ്റൻസില് മോളിക്യൂൾസിന്റെ അറേഞ്ച്മെന്റ്സ് ഉണ്ടാവില്ലേ? നമ്മുടെ ഔട്ടർ ഷെല്ലിൽ ഇത്ര മോളിക്യൂൾസ്, ഇന്നർ ഷെല്ലിൽ ഇത്ര മോളിക്യൂൾസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ആ മോളിക്യൂൾസിന്റെ അറേഞ്ച്മെന്റ്സിൽ നമുക്ക് വ്യത്യാസങ്ങൾ വരുത്തി കഴിഞ്ഞാൽ, ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ എന്താണ്? പല ക്രിസ്റ്റലൈൻ ഫോമുകളിലേക്ക് നമുക്ക് ആ സബ്സ്റ്റൻസിനെ മാറ്റാൻ സാധിക്കുന്നുണ്ട്. അതിനെയാണ് പോളിമോർഫിസം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ പല ഫോമിലേക്ക് മാറ്റുമ്പോൾ, ഇപ്പൊ ക്രിസ്റ്റലൈൻ ഫോം 1, ക്രിസ്റ്റലൈൻ ഫോം 2, അങ്ങനെ പല ഫോമുകളിലേക്ക് മാറ്റുമ്പോൾ ഇതിന്റെ സോളുബിലിറ്റിയില്ല, ഇതിന്റെ സ്റ്റെബിലിറ്റിയില്ല എന്താണ് വ്യത്യാസങ്ങൾ, വിഘടനത്തിലൊക്കെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ മെഡിസിൻ ഉപയോഗിക്കുന്ന ഫോം ഇതിൽ ഏതായിരിക്കും കൂടുതൽ സോളുബിലിറ്റി ഉള്ളത്? കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഫോമിലുള്ള ഒരു പോളിമോർഫിനെ ആയിരിക്കും നമ്മ ഡ്രഗ്സുകൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പൊ മിസ് ഒരു എക്സാമ്പിൾ പറഞ്ഞു. നമ്മുടെ കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്ന പേരാണ് അല്ലെ, പാരസെറ്റാമോൾ. പെയിന് വേണ്ടി ഉപയോഗിക്കും, പനിക്ക് പെയിനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ പാരസെറ്റാമോളിന്റെ പോളിമോർഫ് ആണ് അസെറ്റാമിനോഫൻ. പാരസെറ്റാമോളിന്റെ പോളിമോർഫ് ആണ് അസെറ്റാമിനോഫൻ. ഈ അസെറ്റാമിനോഫന്റെ ഫോം 2, അതായത് നമ്മൾ അതിന്റെ മോളിക്യൂൾസിൽ ചേഞ്ചസ് ഒക്കെ വരുത്തി കാണിട്ട് അതിന്റെ ഫോം 2 ക്രിസ്റ്റലൈൻ ഫോം 2 എന്താണ്? ഫോം 1 കൂടുതൽ സോളുബിലിറ്റി, കൂടുതൽ ലയിക്കാനുള്ള കഴിവും കൂടുതൽ സ്റ്റെബിലിറ്റി, സ്ഥിരത കൈവരിക്കാൻ, സ്ഥിരത നിലനിർത്താനുള്ള കഴിവ് എന്താണ്? കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ പാരസെറ്റാമോൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നത് ഫോം 2 ആയിരിക്കും. ക്ലിയർ ആയോ? ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല കേട്ടോ. മിസ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം ഫാർമസ്യൂട്ടിക്കൽ ഫോർമുലേഷൻ എന്താണെന്ന് പറഞ്ഞു തന്നാണ്. അപ്പൊ ഫോർമുലേഷന് വരുന്നതാണ് എന്താണ്? പോളിമോർഫിസം, pH വാല്യൂ അല്ലേ? ഒരു സബ്സ്റ്റൻസിന്റെ മോളിക്യൂൾസിന്റെ അറേഞ്ച്മെന്റ്സിൽ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ആ സബ്സ്റ്റൻസിനെ എന്താണ്? പല ക്രിസ്റ്റലൈൻ ഫോമിലേക്ക് മാറ്റാനായി സാധിക്കുന്നു.
ഇതിനെയാണ് പോളിമോർഫിസം എന്ന് പറയുന്നത്. ഈ പോളിമോർഫിസം ചെയ്ത് നമ്മൾ പല ഫോമിലേക്ക് മാറ്റുമ്പോൾ ഈ ഓരോ ഫോമിലുള്ള ഇതിന് എന്ത് പറ്റും, അതിന്റെ സോളുബിലിറ്റിയില്, അതിന്റെ സ്റ്റെബിലിറ്റിയില്, അതിന്റെ വിഘടിക്കാനുള്ള കഴിവിൽ എന്തുവരും, വ്യത്യാസങ്ങൾ വരും അല്ലെ. മോളിക്യൂൾസിന്റെ അറേഞ്ച്മെന്റ്സിൽ ചേഞ്ചസ് വരുമ്പോ ക്ലിയർ ആയോ? എക്സാമ്പിള് പാരസെറ്റാമോൾ ഓർക്കാം. നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. നമ്മൾ പറഞ്ഞ എന്താണ്, ഒരു ഫാർമസ്യൂട്ടിക്കൽ ഫോർമുലേഷൻസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഡ്രഗ്സുകൾ സെയിൽ ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ അപ്രൂവൽസ് ആണ് വേണ്ടത്? ഡ്രഗ് ലൈസൻസ് ആൻഡ് ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ്, GMP, ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ്. ഫസ്റ്റ് ഇനി ഡ്രഗ് ലൈസൻസ്. ഡ്രഗ് ലൈസൻസ് ഒരു മാനുഫാക്ചറിംഗ് നടത്തുന്നെങ്കിൽ ഡ്രഗ്സിന്റെ 3 തരത്തിലുള്ള ലൈസൻസ് ആണ് നിലവിലുള്ളത്. 3 തരത്തിലുള്ള ലൈസൻസ് ഉണ്ട്. ഫസ്റ്റ് പറയുന്നത് എന്താണ്? മാനുഫാക്ചറിംഗ് ലൈസൻസ്. സോറി മാനുഫാക്ചറിംഗ് അല്ല, റീറ്റെയിൽ ഡ്രഗ്സ്. റീറ്റെയിൽ ഡ്രഗ്സ് ലൈസൻസ്. റീറ്റെയിൽ ഡ്രഗ്സ് ലൈസൻസ് എന്തായിരിക്കും ഇതിൽ പറയുന്നില്ല കേട്ടോ. 3 തരത്തിലുള്ള ഡ്രഗ് ലൈസൻസ് ആണ് നിലവിലുള്ളത്. ഫസ്റ്റ് റീറ്റെയിൽ ഡ്രഗ്സ്. നമുക്ക് ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ട് മെഡിസിനുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യില്ലേ, നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന രോഗികൾക്ക് ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ട് കൊടുക്കില്ലേ, ഓരോ പേഷ്യൻസിനും കൊടുക്കില്ലേ, അല്ലെങ്കിൽ ഫാർമസിയിലെ പുറത്തുള്ള മെഡിക്കൽ ഷോപ്പില് എങ്ങനെയാണ് മരുന്നുകൾ വിതരണം ചെയ്യുന്നത്? ഇൻഡിവിജ്വലൈസ്ഡ് ആണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഷോപ്പുകൾക്ക്, മെഡിക്കൽ സ്റ്റോറുകൾക്ക്, ഫാർമസിക്കൊക്കെ കൊടുക്കുന്ന ലൈസൻസ് ആണ് റീറ്റെയിൽ ഡ്രഗ് ലൈസൻസ്. ഹോൾസെയിൽ ഡ്രഗ് ലൈസൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അവര് മെഡിക്കൽ ഷോപ്പുകളിലേക്കായിരിക്കും അല്ലെ ഇവര് മരുന്നുകളെ സപ്ലൈ ചെയ്യുന്നത്. സപ്ലയേഴ്സിലെ മാനുഫാക്ചറിങ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും? ഫാർമസിയിലേക്ക് അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിലേക്കൊക്കെ ബൾക്ക് എമൗണ്ടില് എന്താണ് മരുന്നുകൾ സപ്ലൈ ചെയ്യൂല്ലേ, ഡ്രഗ്സുകളും. കമ്പനീസ് ടു ഷോപ്പ്. അപ്പൊ അങ്ങനെയുള്ളതാണ് ഹോൾസെയിൽ ഡ്രഗ്സ്. ഹോൾസെയിൽ ആയിട്ട് ഡ്രഗുകൾ വിൽപ്പന നടത്താൻ വേണ്ടി അവര് വാങ്ങുന്നതാണ്, കമ്പനിക്കാര് വാങ്ങുന്നതാണ് ഹോൾസെയിൽ ഡ്രഗ് ലൈസൻസ്. നെക്സ്റ്റ് ഡ്രഗ് മാനുഫാക്ചറിംഗ് ലൈസൻസ് എന്ന് വെച്ചാൽ എന്താണ്? മരുന്നുകള് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് വാങ്ങുന്ന അല്ലെ, നമ്മുടെ ഗവൺമെന്റിൽ നിന്ന് ഇന്ത്യയിൽ വാങ്ങുന്ന ലൈസൻസ് ആണ് ഡ്രഗ് മാനുഫാക്ചറിംഗ് ലൈസൻസ്. മരുന്നുകളുടെ നിർമ്മാണത്തിന് വേണ്ടി നമ്മ വാങ്ങുന്ന ലൈസൻസ് ആണ് ഡ്രഗ് മാനുഫാക്ചറിംഗ് ലൈസൻസ്. അപ്പൊ 3 തരത്തിലുള്ള ലൈസൻസ് ആണുള്ളത്. ഒന്ന് റീറ്റെയിൽ ലൈസൻസ്. ഡ്രഗ് ലൈസൻസ് എന്ന് വെച്ചാൽ ഷോപ്പുകളിൽ അല്ലെങ്കിൽ ഫാർമസിയിലൊക്കെ ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ട് മരുന്നുകൾ വിൽപ്പന ചെയ്യാനായിട്ട് അല്ലെ, മരുന്നുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ടുള്ളതാണ് റീറ്റെയിൽ ഡ്രഗ്സ് ലൈസൻസ്. രണ്ടാമത് ഹോൾസെയിൽ ഡ്രഗ്സ് ലൈസൻസ് എന്ന് വെച്ചാൽ എന്താണ്? കമ്പനികളെ അല്ലെ മരുന്നുകള് ഷോപ്പുകൾക്ക് സെയിൽ ചെയ്യാനായിട്ട് അല്ലെ, വിൽപ്പന നടത്താനായിട്ടുള്ളതാണ് ഹോൾസെയിൽ. ഹോൾസെയിൽ ഇതില് അല്ലെ ഒരുപാട് ബൾക്ക് ക്വാണ്ടിറ്റിയിൽ മെഡിസിനുകൾ അവർക്ക് കൊടുക്കണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഹോൾസെയിൽ ഡ്രഗ് ലൈസൻസ്. നെക്സ്റ്റ് എന്താണ്? മരുന്നുകള് നിർമ്മിക്കുന്നതിന് വേണ്ടി കമ്പനികൾ എടുക്കുന്ന ലൈസൻസ് ആണ് ഡ്രഗ് മാനുഫാക്ചറിംഗ് ലൈസൻസ്. ക്ലിയർ ആയോ? ഇതിൽ പറയുന്നില്ല കേട്ടോ, ജസ്റ്റ് നിങ്ങൾക്ക് മിസ് പറഞ്ഞെന്നാണ്. നെക്സ്റ്റ് DL ഡ്രഗ് ലൈസൻസ്. ഡ്രഗ് ലൈസൻസിന്റെ സിമ്പിൾ ആണ് കേട്ടോ ഈ കാണുന്നത്. DL stands for ഡ്രഗ് ലൈസൻസ് ഓർ ഡ്രഗ് മാനുഫാക്ചറിംഗ് ലൈസൻസ്. DL എന്ന് പറയുന്നത് ഡ്രഗ് ലൈസൻസ് അല്ലെങ്കിൽ ഡ്രഗ് മാനുഫാക്ചറിംഗ് ലൈസൻസിനെയാണ് DL എന്ന് പറയുന്നത്. A drug manufacturing license is a mandatory protocol for manufacture and sale of drugs and pharmaceuticals irrespective of its status. എന്താണ്? നമ്മുടെ
മാനുഫാക്ചറിംഗ് ലൈസൻസ് പറയുന്നത് നിർബന്ധമായിട്ട് നമുക്ക് മരുന്നുകള് സെയിൽ ചെയ്ത് വിൽപ്പന നടത്തുന്നതിനൊക്കെ വേണ്ടി അല്ലെങ്കിൽ നിർമ്മിക്കുന്നതിന് വേണ്ടി നിർബന്ധമായിട്ടുള്ള ഒരു പ്രോട്ടോകോൾ ആണ്, മാൻഡേറ്ററി പ്രോട്ടോകോൾ ആണ് ഡ്രഗ് ലൈസൻസ് മാനുഫാക്ചറിംഗ് ലൈസൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ഇറസ്പെക്റ്റീവ് ഓഫ് ഇറ്റ്സ് സ്റ്റാറ്റസ്, അതായത് ആ ഡ്രഗ്സിന്റെ സ്റ്റാറ്റസ് കണക്കിലാക്കാതെ ഓരോ കമ്പനികളും അല്ലെങ്കിൽ ഓരോ മെഡിക്കൽ ഷോപ്പുകളും അല്ലെങ്കിൽ ഫാർമസികളും നിർബന്ധമായിട്ടും ഡ്രഗ് ലൈസൻസ് എടുത്തിരിക്കണം. ക്ലിയർ ആയോ? ഡ്രഗ് ലൈസൻസ് DL എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്രഗ് ലൈസൻസ് ഓർ ഡ്രഗ് മാനുഫാക്ചറിംഗ് ലൈസൻസ് എന്നാണ്. ഡ്രഗ് മാനുഫാക്ചറിംഗ് ലൈസൻസ് എന്താണ്? ഒരു കമ്പനിക്ക്, മാനുഫാക്ചറിംഗ് കമ്പനിക്ക് അല്ലെങ്കിൽ മരുന്നുകൾ വിതരണം ചെയ്യുന്ന ഷോപ്പുകൾക്ക് അല്ലെങ്കിൽ ഫാർമസിക്ക് നിർബന്ധമായിട്ടും വേണ്ട ഒരു ലൈസൻസ് ആണ് ഡ്രഗ് മാനുഫാക്ചറിംഗ് ലൈസൻസ്. ഇതിൽ എന്താണ്? ആ ഒരു മരുന്ന് ജനറൽ ആണോ അല്ലെങ്കിൽ പാറ്റന്റ് ആണോ എന്നുള്ള സ്റ്റാറ്റസ് കണക്കിലാക്കാതെ എല്ലാ ഫാർമസ്യൂട്ടിക്കൽ ഷോപ്പുകൾക്കും നിർബന്ധമായിട്ടും വേണ്ടതാണ് ഡ്രഗ് ലൈസൻസ്. സ്റ്റാറ്റസ് ക്യാൻ ബി ഫർദർ ഡിസ്ക്രൈബ്ഡ് ആസ് എ ജനറിക് ഓർ പാറ്റന്റ്. മിസ് പറഞ്ഞ പോലെ എന്താണ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്? എന്താണ്? ജനറിക് ഓർ പാറ്റന്റ് ഡ്രഗ്. പാറ്റന്റ് എന്ന് പറഞ്ഞാൽ ബ്രാൻഡഡ് ആയിട്ടുള്ള മരുന്നുകളില്ലേ, പാറ്റന്റ് ഡ്രഗ്സ്. നമ്മ വിപണിയിലെ ഒരു സാധനം വാങ്ങി, ഇപ്പൊ ഒരു ഷൂ വാങ്ങുകയാണ്, അത് നമ്മ എന്താണ് സാധാരണ വാങ്ങുന്ന ഷൂകൾ ഉണ്ടാവും, ബ്രാൻഡഡ് ആയിട്ടുള്ള ഷൂകൾ ഉണ്ടാവും അല്ലെ. അഡിഡാസ്, വുഡ്ലാൻഡ്, വൈൽഡ് ക്രാഫ്റ്റ് എന്നൊക്കെ പറയുന്ന ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവും ഇല്ലേ? എനിക്കറിയില്ലേ? അപ്പൊ ബ്രാൻഡഡിന് എങ്ങനെയാണ്? മറ്റേ ജനറലിനെയും അല്ലെ സാധാരണ വാങ്ങുന്ന ഷൂയിലെയും റേറ്റ് കൂടുതലായിരിക്കോ? ഹൈ ക്വാളിറ്റി ഉണ്ടാവും, റേറ്റ് കൂടുതലായിരിക്കും അല്ലെ. അപ്പൊ എന്താ, നമുക്ക് ഡ്രഗ്സുകളിലും എങ്ങനെയുണ്ട്? ബ്രാൻഡഡ് ഡ്രഗ്സുകളും ജനറൽ ഡ്രഗ്സുകളും ഉണ്ട്. നമ്മൾ വാങ്ങിക്കുന്ന ഇപ്പൊ പാരസെറ്റാമോൾ തന്നെ എന്താണ്? പാരസെറ്റാമോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ജനറൽ ആയിട്ട് വാങ്ങിക്കുന്ന മരുന്നല്ലേ, പെയിന് വേണ്ടി, ഫീവറിന് വേണ്ടി ഒക്കെ പാരസെറ്റാമോൾ ജനറൽ ആയിട്ട് മേടിക്കുന്നതാണ്. നമ്മുടെ ഈ പെനഡോൾ എന്നൊക്കെ പറയുന്നത് എന്താ? ബ്രാൻഡഡ് ആയിട്ടുള്ള ഈ പാരസെറ്റാമോളിന്റെ തന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള മെഡിസിൻ ആണ് എന്ത്? പെനഡോള്, ക്രോസിൻ, കാർക്കോൾ എന്നൊക്കെ പറയുന്നത്. ക്ലിയർ ആയോ? ജനറിക് ഡ്രഗ് ആൻഡ് പാറ്റന്റ് ഡ്രഗ്സ് ഒരു മരുന്നിന്റെ തന്നെ എന്താണ്? സെയിം ഡിറ്റോ കോപ്പി അല്ലെ, അങ്ങനെയല്ലേ പറയുന്നമ്മ? കോപ്പി. അപ്പൊ എന്താ? ജനറൽ ഡ്രഗ്സുകളും ബ്രാൻഡഡ് ഡ്രഗ്സുകളും. ജനറൽ ഡ്രഗ്സിന്റെ തന്നെ കുറച്ചും കൂടി ബ്രാൻഡ് ആയിട്ടുള്ള അല്ലെ ചില കമ്പനികൾ, ആ ഒരു കമ്പനികൾ മാത്രം വിപണിയിൽ ഇറക്കുന്ന മരുന്നുകളാണ് ബ്രാൻഡഡ് ഡ്രഗ്സ്. അപ്പൊ എന്ത് ചെയ്യണം? ഈ ലൈസൻസ് നമുക്ക് ജനറിക് ഡ്രഗ്സ് ആണോ അല്ലെങ്കിൽ പാറ്റന്റ് അതായത് ബ്രാൻഡഡ് ഡ്രഗ്സ് ആണോ എന്ന് നോക്കാതെ തന്നെ എല്ലാ മാനുഫാക്ചറിംഗ് കമ്പനികൾക്കും എല്ലാ ഷോപ്പുകൾക്കും എന്ത് വേണം? ഡ്രഗ് ലൈസൻസ് നിർബന്ധമാണ്. ക്ലിയർ ആയോ? നെക്സ്റ്റ്, drug license should contain the name of the product, both generic and patent drugs, with its composition in details with the following mandatory imprints, which has to be printed on the packing of drugs or pharmaceutical formulation. In the drug license, നമ്മ എന്ത് ഉൾപ്പെടുത്തുന്നുണ്ട്? അവര് ഉൽപ്പാദിപ്പിക്കുന്ന, അവര് മാനുഫാക്ചറിങ് ചെയ്യുന്ന മരുന്ന് ബ്രാൻഡഡ് ആണോ അതല്ലെങ്കിൽ ജനറിക് ഡ്രഗ് ആണോ അവർ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് അതിൽ ആ ഡ്രഗ് ലൈസൻസിൽ നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മ വിവരങ്ങൾ ചേർക്കുന്നുണ്ട്. കൂടാതെ എന്താണ്, നമ്മ മെഡിസിനുകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന്റെ കവറിൽ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? മെഡിസിൻ വാങ്ങുമ്പോ ആ കവറിന്റെ ബാക്കില് കുറച്ച് കാര്യങ്ങൾ നിർബന്ധമായും ആ കവറിന് പ്രിന്റ് ചെയ്യേണ്ടതുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? മരുന്നൊക്കെ തിരിച്ചു മറിച്ചൊക്കെ നോക്കിയിട്ടുണ്ടോ? ഡേറ്റ്സ് ഉണ്ടാവും അല്ലെ, പാക്കിംഗ് ഡേറ്റ്, എക്സ്പയറി ഡേറ്റ്സ് ഉണ്ടാവോ? പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും?
ഇതൊക്കെ ശ്രദ്ധിക്കാറില്ല ഇതൊന്നും. കണ്ടന്റുകൾ ഉണ്ടാവോ? കണ്ടന്റ് എല്ലാ ഡ്രഗ്സിലും ഏതൊക്കെ കോമ്പോസിഷൻ അല്ലെ, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ്, എന്തൊക്കെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് അല്ലെ, എന്തൊക്കെ കെമിക്കൽസ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കമ്പനി നെയിംസ് ഉണ്ടായിരിക്കും അല്ലെ, മാനുഫാക്ചറർ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ എല്ലാ മരുന്നിന്റെ കവറിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളല്ലേ. എല്ലാ മരുന്നിന്റെ കവറിലും കാണുന്നതല്ലേ ഈ കോമ്പോസിഷൻസ്. എക്സ്പയറി ഡേറ്റ്, പാക്കിംഗ് ഡേറ്റ്, മാനുഫാക്ചറർ ഡീറ്റെയിൽസ്. എങ്ങനെ സൂക്ഷിക്കണം അല്ലെ? റൂം ടെമ്പറേച്ചറിൽ സൂക്ഷിക്കണോ, ഫ്രിഡ്ജിൽ സൂക്ഷിക്കണോ? എക്സ്പയറി ഡേറ്റ് അല്ലെ. ഓക്കെ, അപ്പൊ എന്താണ് ഇത്? നമ്മ മാനുഫാക്ചറിങ് ഫോർമുലേഷന്റെ സമയത്തും പാക്കിംഗ് മരുന്നുകള് ഡ്രഗ്സുകള് പാക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ് നിർബന്ധമായി പ്രിന്റ് ചെയ്യേണ്ട, ആ കവറിൽ പ്രിന്റ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതെന്ത് ചെയ്യണം? നിർബന്ധമായും നമ്മ പ്രിന്റ്, ആ കവറിൽ ഡോസേജ് ഉണ്ടായിരിക്കും, പ്രിന്റ് ചെയ്തിരിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമാണ് നമുക്ക് എന്തിട്ടുള്ള ഡ്രഗ് ലൈസൻസ് ആ കമ്പനിക്ക് അല്ലെങ്കിൽ ആ മാനുഫാക്ചർക്ക് നമുക്ക് എന്താണ് ആ ഡ്രഗ് ലൈസൻസ് ലഭിക്കുകയുള്ളൂ. ക്ലിയർ ആയോ? ഇപ്പൊ ഒരു ഡ്രഗ് ലൈസൻസ് ലഭിക്കണമെങ്കിൽ ആ പ്രോഡക്റ്റ് അവർ ടെസ്റ്റ് ചെയ്ത് നോക്കൂ ഇല്ലേ? ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യില്ലേ? പിന്നെ അതിന്റെ പാക്കിങ്ങിന്റെ വിവരങ്ങൾ നോക്കുമല്ലോ, പാക്കിങ് നോക്കുമല്ലോ, കറക്റ്റ് രീതിയിൽ പാക്ക് ചെയ്യുന്നുണ്ടോ അല്ലെ. പിന്നെ ആ ഒരു പാക്കിങ്ങിൽ പറഞ്ഞിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് തന്നെയാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അല്ലെ. നോക്കൂ, എന്താണ് മരുന്നുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? ഒരു പേഷ്യൻസിന്റെ നില പെട്ടെന്ന് തന്നെ ഭേദമാക്കാനും അവരെ പെട്ടെന്ന് മോശമാക്കാനും സഹായിക്കുന്ന ഒരു ഇന്റർമീഡിയേറ്റർ ആണോ? റിസ്ക് ഉള്ളതാണ് അല്ലെ. അപ്പൊ അതെന്ത് വേണം? അത്രയും ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം അല്ലെ, വേണ്ടേ? അപ്പൊ എന്താണ് ഒരു മെഡിസിന്, ഒരു ഡ്രഗ്സിന് ലൈസൻസ് കിട്ടണമെങ്കിൽ എന്താണ് ആ ഡ്രഗ് ലൈസൻസിൽ അവര് ഒരു കമ്പനി, ആ മാനുഫാക്ചറർ ഏത് പ്രോഡക്റ്റ് ആണ്, പാറ്റന്റ് ആണോ, അതായത് ബ്രാൻഡഡ് ഡ്രഗ് ആണോ, അതല്ലെങ്കിൽ ജനറൽ ഡ്രഗ് ആണോ ഉത്പാദിപ്പിക്കുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് അതിൽ ഡ്രഗ് ലൈസൻസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. കൂടാതെ എന്താണ് ഡ്രഗ് പാക്കിങ്ങില് അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ ഫോർമുലേഷനില് നിർബന്ധമായി പ്രിന്റ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ. ഇപ്പൊ നമ്മ പറഞ്ഞ പോലെ ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് അല്ലെ, ഏതൊക്കെ കെമിക്കൽസ് അടങ്ങിയിരിക്കുന്നുണ്ട്, അതിന്റെ ഡോസേജ് എത്രയാണ്, അതിന്റെ ഡേറ്റ് അല്ലെ, പാക്കേജിംഗ് ഡേറ്റ്, എക്സ്പയറി ഡേറ്റ് എങ്ങനെയാണ് അല്ലെ, സ്റ്റോറേജ് എങ്ങനെയാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ് നിർബന്ധമായും പ്രിന്റ് ചെയ്തിരിക്കണം. ക്ലിയർ ആയോ? എന്നാൽ മാത്രമാണ് അവർക്ക് എന്ത് കിട്ടാൻ അർഹതയുള്ളൂ? ഡ്രഗ് ലൈസൻസ് കിട്ടാനുള്ള അർഹതയുള്ളൂ. ക്ലിയർ ആയോ? എല്ലാവരും ഓക്കെ ആണോ? നെക്സ്റ്റ്, ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ്. ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ്, GMP. എന്താണ് ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ്? അതിൽ തന്നെയുണ്ട്, ആ പേരിൽ തന്നെയുണ്ട്. ഇപ്പൊ ഒരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഷോപ്പുകള് അവർ സെയിൽ ചെയ്യുന്ന കൊടുക്കുന്ന മരുന്നുകൾ എങ്ങനെയുള്ള മരുന്നുകളായിരിക്കണം? ക്വാളിറ്റി ഉള്ളതായിരിക്കണം അല്ലെ, അല്ലെ? ക്വാളിറ്റി ഉള്ളതായിരിക്കണം അല്ലെ. അപ്പൊ നോക്കിയേ, ഇറ്റ് ഈസ് എ സിസ്റ്റം for ensuring that products are consistently produced and controlled according to quality standard. എന്താണ്? ഗുണനിലവാര മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി ആ കമ്പനി, ചിലപ്പോൾ എന്താണ് മാനുഫാക്ചറിംഗ് കമ്പനി എന്നാവാം, അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് കമ്പനി അല്ലെ, ആ കമ്പനി എന്താണ് ഉൽപ്പന്നങ്ങളിലെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മരുന്നുകൾ സ്ഥിരമായി ഉൽപ്പാദിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള ഒരു സിസ്റ്റമാണ് ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ്. എന്ന് വെച്ചാല് ഒരു എന്താണ് ഗുണനിലവാര മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ട് ഒരു കമ്പനി, ഒരു മാനുഫാക്ചറിംഗ് കമ്പനി ആ പ്രൊഡക്റ്റുകൾ അല്ലെ, ചിലപ്പോ അവർ ഉത്പാദിപ്പിക്കുന്നത് ചില ബ്രാൻഡഡ് ഐറ്റംസ് ആവാം അല്ലെ, ഇപ്പൊ പെനഡോൾ ആവാം അല്ലെ, ചില ബ്രാൻഡഡ് ഐറ്റംസ് ആവാം. അവരെന്താണ് സ്ഥിരമായി ആ പ്രൊഡക്റ്റ്, ആ ഉൽപ്പന്നം
സ്ഥിരമായി ഉൽപ്പാദിപ്പിക്കപ്പെടുകയും പിന്നെന്താണ് നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു സിസ്റ്റമിനെയാണ് എന്ത് പറയുന്നത് ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? കോൺസിസ്റ്റന്റ്ലി എന്ന് പറഞ്ഞാൽ സ്ഥിരമായി. It is a system for ensuring that products are consistently produced and controlled according to quality standard. എന്താണ് ഗുണനിലവാര ക്വാളിറ്റി സ്റ്റാൻഡേർഡുകൾക്ക് അല്ലെ ഗുണനിലവാര മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ട് ഒരു പ്രോഡക്റ്റ് അല്ലെ ഒരു മാനുഫാക്ചറിങ് കമ്പനി അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ സ്ഥിരമായി ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അല്ലെ അവരെന്താണ് പ്രോഡക്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ ഒരു പാരസെറ്റാമോള് അല്ലെങ്കിൽ അസിത്രോമൈസിന് അല്ലെങ്കിൽ എന്താണ് പെന്റാസിഡ് പോലെയുള്ള മരുന്നുകൾ അവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക സ്ഥിരമായി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ ആണോ? അങ്ങനെ എന്താണ് ആ മാനുഫാക്ചറിങ് കമ്പനി മരുന്നുകള് സ്ഥിരമായി പ്രൊഡ്യൂസ് ചെയ്യുക സ്ഥിരമായി ഉൽപ്പാദിപ്പിക്കപ്പെടുകയും കൂടാതെ അവരെന്താണ് ആ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടേ. അപ്പൊ നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു സംവിധാനത്തെയാണ് ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ക്ലിയറായോ? ഗുണനിലവാര മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി ഒരു മാനുഫാക്ചറിങ് കമ്പനി അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങള് സ്ഥിരമായി ഉൽപ്പാദിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനുള്ള സംവിധാനത്തെയാണ് ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ ആയോ? ക്ലിയർ ആയത്? നെക്സ്റ്റ് ഇറ്റ് ഈസ് എ designed to minimize the risk involved in any pharmaceutical production that cannot be eliminated through testing the final product. എന്ത് ചെയ്യണം? അവർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആ പ്രൊഡക്റ്റിന്റെ ഫൈനൽ പ്രൊഡക്റ്റ് ടെസ്റ്റ് ചെയ്യണോ? ടെസ്റ്റ് ചെയ്യണം. എന്തിനു വേണ്ടിയാണ് അത് ടെസ്റ്റ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാണ് ടെസ്റ്റ് ചെയ്യുന്നത്? ക്വാളിറ്റി അറിയാൻ. കൂടാതെ എന്താണ് റിസ്കുകൾ കുറയ്ക്കാനായിട്ട് അല്ലെ ആ മരുന്ന് ഉപയോഗിച്ചാൽ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാവോ അല്ലെ സൈഡ് ഇഫക്റ്റുകൾ ഉണ്ടാവോ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് എന്ത് ചെയ്യണം? അത് ഫൈനൽ പ്രോഡക്റ്റ് അവർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിന്റെ ഫൈനൽ പ്രോഡക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെന്തിനു വേണ്ടിയിട്ടാണ്? അന്തിമ ഇറ്റ് ഈസ് ഫൈനൽ പ്രോഡക്റ്റ് നമ്മുടെ അന്തിമ ഉൽപ്പന്നം. അതായത് നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന മെഡിസിൻ ഇല്ലേ ക്യാപ്സൂൾ ആകാം മെഡിസിൻ ആകാം അല്ലെ അല്ലെങ്കിൽ എന്താണ് സിറപ്പ് ആവാം അല്ലെ. അപ്പൊ ആ അന്തിമ എന്താണ് ഉൽപ്പന്നം പരിശോധിക്കുന്നതിലൂടെ എന്താണ് അത് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന റിസ്ക് അപകടങ്ങൾ നമുക്ക് മിനിമൈസ് ചെയ്യാനായിട്ട് അല്ലെ എന്താണ് ഇല്ലാതാക്കാനായി സാധിക്കുന്നു. ക്ലിയർ ആയോ? അവര് ഈ മാനുഫാക്ചറിങ് കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന ആ അന്തിമ ഉൽപ്പന്നം നമുക്ക് കിട്ടുന്ന ലാസ്റ്റ് ഫൈനൽ പ്രൊഡക്റ്റ് അതെന്താവാം? ചിലപ്പോ ക്യാപ്സൂൾ ആകാം അല്ലെ ക്യാപ്സൂൾ ആവുകാലോ, ചിലപ്പോ മരുന്നാവാം, ചിലപ്പോ സിറപ്പ് ആവാം അല്ലെ നമുക്ക് കുടിക്കുന്ന സിറപ്പ് ആവാം. അപ്പൊ എന്താണ് ആ അന്തിമ ഉൽപ്പന്നം പരിശോധിക്കുന്നതിലൂടെ എന്താണ് ആ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നത്തിന്റെ എന്താണ് റിസ്ക് അപകടം കുറയ്ക്കാനായി മിനിമൈസ് ചെയ്യാനായി സാധിക്കുന്നു. ക്ലിയർ ആയോ? ഇപ്പൊ ഒരു സാധനം ഇപ്പൊ ഒരു കമ്പനി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു സാധനം നമ്മൾ ടെസ്റ്റ് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റില്ലേ അത് ക്വാളിറ്റി ഉണ്ടോ അല്ലെ ഗുഡ് ആണോ അല്ലെ നല്ലതാണോ അല്ലെ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ടോ അല്ലെ അത് ഉപയോഗിക്കുന്ന പേഷ്യൻസിന് എന്തെങ്കിലും അപകടം ഉണ്ടാക്കുന്നുണ്ടോ അല്ലെ. അപ്പൊ എന്താണ് നമുക്ക് അതുകൊണ്ടുള്ള റിസ്ക് കുറയ്ക്കാൻ സാധിക്കുന്നില്ലേ? റിസ്ക് കുറയ്ക്കാനായി സാധിക്കുന്നുണ്ടോ? അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്താണ് ആ അന്തിമ ഉൽപ്പന്നം നമുക്ക് കിട്ടുന്ന ലാസ്റ്റ് ആ പ്രോഡക്റ്റ് അല്ലെ ആ പ്രോഡക്റ്റ് പരിശോധിക്കുന്നതിലൂടെ ആ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നത്തിന്റെ അപകടം നമുക്ക് കുറയ്ക്കാനായി സാധിക്കുന്നു.
ക്ലിയർ ആയോ? ഓക്കെ ആണോ എല്ലാവരും? നെക്സ്റ്റ് അതോറിറ്റി ഓഫ് ഇഷ്യൂസ്. ഏത് അതോറിറ്റിയാണ് നമുക്ക് ഡ്രഗ് ലൈസൻസ് തരുന്നത്? ഈ ഡ്രഗ് ലൈസൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ലൈസൻസ് ആണ് ആ ഡ്രഗ് മാനുഫാക്ചർ ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് സെയിൽ ചെയ്യാൻ കിട്ടുന്ന ലൈസൻസ് ആണ് ഡ്രഗ് ലൈസൻസ്. ഈ ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ആണ്. ആ ഒരു മാനുഫാക്ചറിങ് കമ്പനിക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ആണ് GMP സർട്ടിഫിക്കറ്റ് കേട്ടോ. തമ്മിലുള്ള വ്യത്യാസം ഒന്ന് മനസ്സിലാക്കാം, ക്ലിയർ ചെയ്യാം. ഫസ്റ്റ് എന്താണ്, അത് നമുക്ക് ഉൽപ്പാദിപ്പിക്കാനായിട്ട്, നമുക്കത് മാനുഫാക്ചർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമുക്കത് സപ്ലൈ ചെയ്യാനായിട്ട് കിട്ടുന്ന ലൈസൻസ്. മറ്റേത് എന്താണ്, ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ആ മാനുഫാക്ചറിങ് കമ്പനിക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ്. നമുക്ക് ISAയുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് അല്ലെ, അല്ലെങ്കിൽ FSSAയുടെ ഫുഡിന്റെ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ടെന്നൊക്കെ കേൾക്കാറില്ലേ ഒരു പ്രോഡക്റ്റിന്? എന്തിനു വേണ്ടിയിട്ടാണ്? ആ പ്രോഡക്റ്റ് ക്വാളിറ്റി ഉള്ളതാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടല്ലേ, ജനങ്ങളെ തെളിയിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ ഫസ്റ്റത്തെ എന്താണ്, ഡ്രഗ് ലൈസൻസ് ആണ്. രണ്ടാമത്തേത് സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ. അതോറിറ്റി ഓഫ് ഇഷ്യൂ, ഡ്രഗ് ലൈസൻസ് നൽകുന്ന അതോറിറ്റി ഏതാണ്? ഡ്രഗ് കൺട്രോളർ ഓഫ് ഇന്ത്യ. ഡ്രഗ് ലൈസൻസ് കൊടുക്കുന്നത് ഡ്രഗ് കൺട്രോളർ ഓഫ് ഇന്ത്യ. ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് GMP കൊടുക്കുന്നത് ഡ്രഗ് കൺട്രോളർ ഓഫ് ഇന്ത്യ. രണ്ടും ഡ്രഗ് കൺട്രോളർ ഓഫ് ഇന്ത്യയാണ്. രണ്ടും ഡ്രഗ് കൺട്രോളർ ഓഫ് ഇന്ത്യ ആണ്. ഡ്രഗ് കൺട്രോളർ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാല് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴില് നമ്മുടെ ഡ്രഗ്സുകളുടെ എന്താണ് ലൈസൻസ് കൊടുക്കാൻ, അതല്ലെങ്കിൽ നമ്മുടെ മാനുഫാക്ചറിങ് ഇത് ടെസ്റ്റ് ചെയ്യാൻ ക്വാളിറ്റി ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓർഗനൈസേഷന്റെ ഹെഡ് ആണ് എന്താ ഡ്രഗ് കൺട്രോളർ ഓഫ് ഇന്ത്യ. Drug Controller of India is the head department of Central Drug Standard Control Organization of the Government of India. നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ ഡ്രഗ്സുകളുടെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ, ഗുണനിലവാരം ഉറപ്പിക്കാൻ, ലൈസൻസ് കൊടുക്കാൻ അങ്ങനെ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഓർഗനൈസേഷൻസിന്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആണ് ഡ്രഗ് കൺട്രോളർ ഓഫ് ഇന്ത്യ. നമ്മൾ ലബോറട്ടറി പഠിച്ചപ്പോ പഠിച്ചു അല്ലെ, NABL അല്ലെ, പഠിച്ചോ? NABL ലാബിന്റെ പ്രവർത്തനങ്ങളിൽ ക്വാളിറ്റി ഉണ്ടോ അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ വിലയിരുത്താനായിട്ട്. ഇനി എന്ത് പഠിച്ച്? ഹോസ്പിറ്റലിന്റെ അക്രഡിറ്റേഷൻ കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് പഠിച്ചു? NABH അല്ലെ, JCI, NABH, JCA ഒക്കെ പഠിച്ചു. അതേപോലെ എന്താണ് നമുക്ക് ഫാർമസിക്ക് ഡ്രഗ്സിന്റെ എന്താണ് ക്വാളിറ്റി ഓർഗനൈസ് ചെയ്യാൻ JCA. ഓക്കെ, എന്താണ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ചെയ്യാനായിട്ട് ക്വാളിറ്റി ഉണ്ടോ, അതല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് പ്രശ്നങ്ങളുണ്ടോ അല്ലെ, ഗുണനിലവാരത്തിൽ എന്തെങ്കിലും അഭാവങ്ങളുണ്ടോ, അവർക്ക് ലൈസൻസ് കൊടുക്കാൻ പറ്റുന്നതാണോ, അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ള ഓർഗനൈസേഷന്റെ ഒരു ഹെഡാണ് ഡ്രഗ് കൺട്രോളർ ഓഫ് ഇന്ത്യ. ക്ലിയർ ആയോ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴില് എന്താണ് ഡ്രഗ്സിന്റെ സ്റ്റാൻഡേർഡ് കൺട്രോൾ ചെയ്യാനുള്ള ഓർഗനൈസേഷന്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആണ് ഡ്രഗ് കൺട്രോളർ ഓഫ് ഇന്ത്യ. ഇപ്പോഴത്തെ ഈ ഡ്രഗ് കൺട്രോളർ ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഹെഡ് രാജീവ് സിംഗ് രഘുവാൻഷി. ഈ ഡ്രഗ് കൺട്രോളർ ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഹെഡ്, നിലവിലുള്ള ഹെഡ് ആരാണ്? രാജീവ് സിംഗ് രഘുവാൻഷി. എക്സാമിന് ചോദിക്കില്ല കേട്ടോ, നമുക്ക് ജസ്റ്റ് എന്നാലൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. രാജീവ് സിംഗ് രഘുവാൻഷി. അപ്പൊ എന്താണ് നമുക്ക് ഡ്രഗ് ലൈസൻസ് നൽകുന്നത് അല്ലെങ്കിൽ ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ആരാ? ഡ്രഗ് കൺട്രോളർ ഓഫ് ഇന്ത്യ.
ഡ്രഗ് ലൈസൻസും ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ് സർട്ടിഫിക്കറ്റും കൊടുക്കുന്നത് ആരാ? ക്വസ്റ്റ്യൻ വരാട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. സെയിം ഡ്രഗ് കൺട്രോളർ ഓഫ് ഇന്ത്യ. നെക്സ്റ്റ് ജനറിക് ഡ്രഗ്. Generic drugs are the technical name of the raw material or chemical salt which is a common name of a particular drug. എന്താണ്? ഒരു പ്രത്യേക മരുന്ന്, ഒരു പെർട്ടിക്കുലർ ഡ്രഗിന്റെ പൊതുവായ പേരായ അതിലടങ്ങിയിരിക്കുന്ന അസംസ്കൃത വസ്തുക്കളുടെയോ അതല്ലെങ്കിൽ കെമിക്കൽ സോൾട്ടിന്റെയോ സാങ്കേതിക നാമമാണ് ജനറിക് മരുന്നുകള്. ജനറിക് മരുന്നുകൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പെർട്ടിക്കുലർ ഡ്രഗ്സിൽ അടങ്ങിയിരിക്കുന്ന റോ മെറ്റീരിയൽസിന്റെ, അതായത് അസംസ്കൃത വസ്തുക്കളുടെയോ അതല്ലെങ്കിൽ കെമിക്കൽ സോൾട്ടിന്റെയോ കോമൺ നെയിമിനെയാണ് നമ്മൾ ജനറിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഈ കെമിക്കൽ സോൾട്ട് എന്ന് പറയുന്നത് ചില ഡ്രഗ്സുകൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്, തയ്യാറാക്കാനായിട്ട് നമുക്ക് സോൾട്ട്, ഉപ്പ് ആവശ്യമായിട്ട് വരും. അപ്പൊ അതാണ് കെമിക്കൽ സോൾട്ട്. അതിനുപയോഗിക്കുന്നതാണ് കെമിക്കൽ സോൾട്ട്. കെമിക്കൽ സോൾട്ടിന് എക്സാമ്പിൾ പറയാമോ ആർക്കെങ്കിലും? സോഡിയം ബൈകാർബണേറ്റ് കേട്ടിട്ടുണ്ടോ? സോഡിയം ബൈകാർബണേറ്റ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, സോഡിയം നമ്മ കണ്ടിട്ടില്ലേ മരുന്നിന്റെ നീറ്റുതൊക്കെ. ഓക്കെ, മരുന്നൊക്കെ കണ്ടിട്ടില്ലേ? സോഡിയം ബൈകാർബണേറ്റ്, സോഡിയം ബൈകാർബണേറ്റ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒക്കെ ഈ കെമിക്കൽ സോൾട്ടിന് എക്സാമ്പിൾ ആണ്. കെമിക്കൽ സോൾട്ടിന് എക്സാമ്പിൾ ആണ് സോഡിയം ബൈകാർബണേറ്റ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. എന്താണ് എന്താണ് ഒരു പ്രത്യേക ഒരു പെർട്ടിക്കുലർ മരുന്നിന്റെ പേര്, ജനറൽ പേര്, പൊതുവായ പേര് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ മരുന്നിൽ അതിലടങ്ങിയിരിക്കുന്ന അസംസ്കൃത വസ്തുവിന്റെയോ അതായത് കെമിക്കൽസിന്റെയോ അതല്ലെങ്കിൽ എന്താണ് കെമിക്കൽ സോൾട്ടിന്റെയോ സാങ്കേതിക നാമമാണ് ജനറിക് ഡ്രഗ്സ്. കെമിക്കൽ സോൾട്ട് നമുക്ക് ഡ്രഗ്സുകൾ, ചില മരുന്നുകൾ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് സോൾട്ട് ആവശ്യമായിട്ട് വരും, ഉപ്പ് ആവശ്യമായിട്ട് വരും. അപ്പൊ അതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് കെമിക്കൽ സോൾട്ട്. അപ്പൊ കെമിക്കൽ സോൾട്ട് ആ ഉപ്പിന് പകരം ഉപയോഗിക്കുന്നതാണ് സോഡിയം ബൈകാർബണേറ്റ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, കാൽസ്യം കാർബണേറ്റ്. ഓക്കെ, ഇനി നിങ്ങൾ മരുന്ന് കിട്ടൂലേ? മരുന്ന് മേടിക്കില്ലേ നമ്മ എന്തെങ്കിലും കാര്യത്തിന്? അപ്പൊ അത് നോക്കി നോക്കാം കേട്ടാ. മരുന്നും ഇങ്ങനെ എന്തെങ്കിലും നമ്മുടെ കെമിക്കൽ സോൾട്ട് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോന്ന് നോക്കോ. എന്നെ നോക്കോ എല്ലാവരും, നമുക്ക് മനസ്സിലാക്കാലോ. നമ്മ പഠിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മ നോക്കണല്ലേ നമ്മുടെ ഡെയിലി ലൈഫില്, നോക്കണ്ടേ? ഇപ്പൊ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയാൽ പല കാര്യങ്ങളും വാച്ച് ചെയ്യാറില്ലേ? ഈ ഡിപ്ലോമ ഒക്കെ കയറി കഴിഞ്ഞ പിന്നെ ഇല്ലേ പല കാര്യങ്ങളും നിങ്ങൾ വാച്ച് ചെയ്യും അല്ലെ? ഒരു ആംബുലൻസ് കാണുമ്പോൾ നിങ്ങൾ നോക്കാറില്ലേ അത് ഏത് ടൈപ്പ് ആംബുലൻസ് ആണ് ഇല്ലേ? ഉണ്ടോ? ഉണ്ട്. അതേപോലെ എന്ത് ചെയ്യാം, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ചും കൂടി നമുക്ക് അതൊക്കെ ക്ലിയർ ആക്കാനായിട്ട് സാധിക്കില്ലേ? മനസ്സിൽ പതിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇനി എന്ത് ചെയ്യാം? മരുന്നുകളുടെ ലിസ്റ്റ് ഇത് കാണുമ്പോൾ എന്ത് വെക്കാം? അതിൽ ഏതെങ്കിലും കെമിക്കൽ സോൾട്ട് അടങ്ങിയിട്ടുണ്ടോ അല്ലെ? ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് എന്താണ് റോ മെറ്റീരിയൽസ് അടങ്ങിയിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. ഒരു പെർട്ടിക്കുലർ മരുന്നിന്റെ അല്ലെ ഒരു പെർട്ടിക്കുലർ ഡ്രഗ്സിന്റെ പൊതുവായ പേരെന്ന് പറയുന്നത് എന്താണ്? അതിലടങ്ങിയിരിക്കുന്ന റോ മെറ്റീരിയൽസ് അസംസ്കൃത വസ്തുക്കളുടെയോ അതല്ലെങ്കിൽ കെമിക്കൽ സോൾട്ടിന്റെയോ രാസ ഉപ്പിന്റെയോ സാങ്കേതിക നാമമാണ് ജനറിക് മരുന്നുകൾ. ക്ലിയർ ആയോ? നെക്സ്റ്റ്, these drugs when manufactured by different companies transform into branded drugs.
ഈ മരുന്നുകള് പല കമ്പനികൾ പ്രൊഡ്യൂസ് ചെയ്യുമോ, ഉൽപ്പാദിപ്പിക്കുമോ, അതെന്തിലേക്ക് മാറുന്നു? ബ്രാൻഡഡ് ഡ്രഗ്സിലേക്ക് മാറുന്നു. ഇപ്പൊ ജനറിക് മരുന്നുകള് പാരസെറ്റാമോള് ഒരു കമ്പനി, ഒരു പ്രത്യേക കമ്പനി ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതെന്തായി? ബ്രാൻഡഡ് ഡ്രഗ്സ് ആയില്ലേ? അയ്യോ, ഇപ്പൊ നമുക്ക് ഷൂ, നമ്മൾ സാധാ വാങ്ങിക്കുന്ന ഷൂ അഡിഡാസിന്റെ കമ്പനി അല്ലെങ്കിൽ വൈൽഡ് ക്രാഫ്റ്റിന്റെ കമ്പനി ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതെന്തായി? ബ്രാൻഡഡ് ഷൂ ആയോ? അവര് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് ബ്രാൻഡഡ് ആയില്ലേ? അതേപോലെ എന്താണ് ജനറിക് ഡ്രഗ്സുകള് എന്താണ്? അതൊരു പെർട്ടിക്കുലർ കമ്പനി, ഒരു ഡിഫറെന്റ് പ്രത്യേകമായിട്ടുള്ള കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കൊടുക്കുമ്പോൾ ആ മരുന്ന് എന്തായി? ബ്രാൻഡഡ് ഡ്രഗ്സ് ആയി. ക്ലിയർ ആയോ ഇത്? Next, example of a few generic drugs are appended below for ready reference and understanding. നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങും റെഫറൻസിന് വേണ്ടിയിട്ടും ചില ഡ്രഗ്സുകളെ, ജനറിക് ഡ്രഗ്സുകളുടെ എക്സാമ്പിൾ താഴെ കൊടുക്കുന്നു. അവിടെ അത് വിട്ടുപോയിട്ടുണ്ട്. നിങ്ങൾ എഴുതിയെടുക്കോ? മിസ് പറഞ്ഞിരുന്നല്ലേ? എഴുതിയെടുത്തോ. ഒരു 3 കോളായിട്ട് തിരിക്കുക കേട്ടോ. 3 കോളം മിസ് പറയും എഴുതാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. 3 കോളാക്കുക. ഫസ്റ്റ് ടൈപ്പ് നെയ്യുക. ഫസ്റ്റത്തെ ബോക്സ് കോളത്തില് മുകളിൽ തന്നെ ടൈപ്പ് നെയ്യുക. രണ്ടാമത്തത് ജനറിക് ഡ്രഗ്സ്. മൂന്നാമത്തത് ബ്രാൻഡഡ് ഡ്രഗ്സ്. വെറുതെ കൈകൊണ്ട് തന്നെ വരച്ചാൽ മതി കോളം. ഇനി സ്പേസ് എടുക്കാനോ ഒന്നും പോകണ്ട, കൈകൊണ്ട് തന്നെ വരച്ചാൽ മതി കേട്ടോ. ഫസ്റ്റ് അനൽജസിക് കേട്ടിട്ടുണ്ടോ? അനൽജസിക് ഡ്രഗ്സുകള് കേട്ടിട്ടുണ്ടോ? അനൽജസിക് ഡ്രഗ്സ് ANALGESIC. എന്താണ് അനൽജസിക് ഡ്രഗ്സുകള്? പെയിൻ കില്ലേഴ്സ് അല്ലെ? പെയിൻ കില്ലേഴ്സ് ആണ് അനൽജസിക് ഡ്രഗ്സുകൾ. എക്സാമ്പിൾ പറഞ്ഞേ, പാരസെറ്റാമോൾ അല്ലെ? പാരസെറ്റാമോൾ. സ്പെല്ലിംഗ് ഒന്നുകൂടെ പറയണം. ANALGESIC അനൽജസിക്. ടൈപ്പ് കഴിഞ്ഞിട്ട് ഒന്നും കൂടി പറയോ? ടൈപ്സ്, ആദ്യം ടൈപ്സ്, പിന്നെ ജനറിക് ഡ്രഗ്സ്, പിന്നത്തത് ബ്രാൻഡഡ് ഡ്രഗ്സ്. ഫസ്റ്റ് വരുന്നത് അനൽജസിക് ടൈപ്പ്. അനൽജസിക് അതായത് പെയിൻ കില്ലേഴ്സിന്റെ ജനറിക് ഡ്രഗ്സ് ആണ് പാരസെറ്റാമോൾ. ഇതോ പെയിൻ കില്ലേഴ്സിന്റെ ടൈപ്സിൽ എഴുതാം അനൽജസിക്, എന്നിട്ട് ബ്രാക്കറ്റില് പെയിൻ കില്ലേഴ്സ് എന്ന് എഴുതാം. എന്നിട്ട് ജനറിക് ഡ്രഗ്സിന്റെ അടിയിൽ എന്ത് എഴുതാം? പാരസെറ്റാമോൾ. എഴുതിയോ? നെക്സ്റ്റ് ബ്രാൻഡഡിൽ എന്ത് എഴുതാം? ബ്രാൻഡഡ് എന്തൊക്കെ പേരുകളാണ്? പെനഡോള്, കാൽപോള്, ക്രോസിൻ, ഇനിയുണ്ടല്ലേ പാരസെറ്റാമോൾ, ഡോളോ. എന്ത് ചെയ്ത് വി കൃഷ്ണ? മെഫ്താൽ വരൂലേ? മെഫ്താൽ. ജനറിക് ഡ്രഗ്സ് എന്ന് പറയുന്നത് പാരസെറ്റാമോളിന്റെ ബ്രാൻഡഡ് കുറച്ച് എഴുതിയാൽ മതി. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്, അവിടെ വിട്ടുപോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ. ക്രോസിന്, പെനഡോള്, കാൽപോൾ എഴുതാം. പിന്നെ ഡൈക്ലോഫെനാസോഡിയം, DICLOFENAC, ഡൈക്ലോഫെനാസോഡിയം പ്ലസ് പാരസെറ്റാമോൾ.
പ്ലസ് പാരസെറ്റമോൾ. അതായത് നമ്മൾ പെയിൻ കില്ലേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് ഡൈക്ലോഫെനാക് സോഡിയം പ്ലസ് പാരസെറ്റമോൾ. അതിന്റെ ബ്രാൻഡഡ് നെയിം ആണ് ഡൈക്ലോജെസിക്. അതിന്റെ ബ്രാൻഡഡ് നെയിം ആണ് ഡൈക്ലോജെസിക്. സ്പെല്ലിംഗ് എന്ന് പറയുക ഡൈക്ലോജെസിയുടെ ഡൈക്ലോജെസിക്കിന്റെ അല്ലെ DICLODICLOGESIC ഡൈക്ലോജെസിക്. ഇനി നെക്സ്റ്റ് നമുക്ക് പെയിൻ കില്ലേഴ്സ് രണ്ടെണ്ണം എഴുതിയില്ലേ? ആന്റിബയോട്ടിക്സ്. ടൈപ്സില് ആന്റിബയോട്ടിക്സ് എഴുതാം. ആന്റിബയോട്ടിക്സ് പൊതുവായിട്ട് കേൾക്കുന്ന ആന്റിബയോട്ടിക്സ് രണ്ടെണ്ണം എഴുതാം അല്ലെ? ആന്റിബയോട്ടിക്സ് അമോക്സിലിൻ. അമോക്സിലിൻ എന്നുള്ളത് നമ്മുടെ ആന്റിബയോട്ടിക്സിന്റെ ജനറൽ നെയിം ആണ് അമോക്സിലിൻ. അതിന്റെ ബ്രാൻഡഡ് നെയിം ആണ് LMX. ക്യാപിറ്റൽ ആണ് കേട്ടോ, മൂന്നും ക്യാപിറ്റൽ ആണ്. LMX. പിന്നെ റെമോക്സ് REMOX റെമോക്സ്. അമോക്സിലിന്റെ രണ്ട് ബ്രാൻഡഡ് നെയിം ആണ് LMX, റെമോക്സ്. എഴുതിയോ? എഴുതി. ഓക്കെ. നെക്സ്റ്റ് ആന്റിബയോട്ടിക്സ് അസിത്രോമൈസിൻ. നമ്മൾ കേൾക്കാറുള്ളതാണ് അല്ലെ? മക്കളുള്ളവർ പെട്ടെന്ന് കൂടുതൽ ഉപയോഗിക്കുന്ന മരുന്നായിരിക്കും അസിത്രോമൈസിൻ ഒക്കെ അല്ലെ? എന്തെങ്കിലും പറയാമോ അസിത്രോമൈസിന്റെ ഒരു ബ്രാൻഡഡ് നെയിം? കൊച്ചുങ്ങൾക്ക് കൊടുക്കുമ്പോ കണ്ടിട്ടില്ലേ? മോക്സ്. അസി കേട്ടിട്ടുണ്ടോ? അസി AZEE അസി കേട്ടിട്ടില്ലേ? ഇതൊക്കെ അസിട്രാൾ ബ്രാൻഡഡ് നെയിം ആണ്. അസി. രണ്ടാമത്തതാണ് അസിട്രാൾ. AZITHRAL അസിട്രാൾ. നെക്സ്റ്റ് വിറ്റാമിൻ ടാബ്ലറ്റ്സ്. വിറ്റാമിൻ ഗുളികകളുടെയാണ് ടൈപ്സ്. ടൈപ്സില് വിറ്റാമിൻ ഫോളിക് ആസിഡ്. ജനറിക് ഡ്രഗ്സ് ഫോളിക് ആസിഡ് നമ്മൾ കേൾക്കുന്ന പേരാണ് അല്ലെ? പ്രഗ്നന്റ് ആയിരിക്കും മറ്റേ കഴിക്കുന്ന ഗുളികയാണ് അല്ലെ ഫോളിക് ആസിഡ് വിറ്റാമിന് വേണ്ടിയിട്ട്. അപ്പൊ ഫോളിക് ആസിഡ്. ഫോളിക് ആസിഡിന്റെ ബ്രാൻഡഡ് നെയിം ആണ് ഫോളിവൈറ്റ്. ഫോളിവൈറ്റ് FOLI ഫോളിവൈറ്റ് FOLIVITE ഫോളിവൈറ്റ് FOLIVITE ഫോളിവൈറ്റ്. ബി കോംപ്ലക്സ് രണ്ടാമത്തേതാണ് വിറ്റാമിൻ ടാബ്ലറ്റ്സ്. ബി കോംപ്ലക്സ് ഒക്കെ നമ്മൾ പൊതുവായി കേൾക്കുന്ന പേരാണ് അല്ലെ? ഈ വായയിലൊക്കെ ചെറിയ ചെറിയ കുരുക്കളൊക്കെ വരുമ്പോ പറയില്ലേ ബി കോംപ്ലക്സിന്റെ കുറവാണ് അല്ലെ? ആ ഗുളിക വാങ്ങിച്ച് കഴിച്ചാൽ മതി അല്ലെ? ബി കോംപ്ലക്സ് ഗുളിക വാങ്ങിച്ച് കഴിച്ചാൽ മതി അല്ലെ? അപ്പൊ ബി കോംപ്ലക്സിന്റെ ബ്രാൻഡഡ് നെയിം ആണ് ബിക്കോസുൾ. ബിക്കോസുൾ BECOSUL. നെക്സ്റ്റ് ടൈപ്പിൽ എഴുതാം ബ്ലഡ് പ്രഷർ ഡ്രഗ്. ടൈപ്പില് ബ്ലഡ് പ്രഷർ ഡ്രഗ്. അറ്റനലോൾ. ATENOL. ATENOL. അറ്റനലോൾ. ബ്രാൻഡഡ് നെയിം അറ്റൻ. ATEN അറ്റൻ.
എഴുതി എല്ലാവരും? നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ അടിച്ചു കൊടുത്താല് ഇനി ഒരുപാട് കിട്ടും കേട്ടോ. മിസ് കുറച്ച് പറയുന്നുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഒന്ന് പറയാമോ? ബ്രാൻഡഡ് നെയിംസ്, നമ്മൾ ബ്രാൻഡഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ പറയുമ്പോ ബ്രാൻഡഡ് ഡ്രഗ്സ് എന്താണെന്ന്, ജനറൽ ഡ്രഗ്സോ ബ്രാൻഡഡ് ഡ്രഗ്സോ എന്താണ്? ഒരേ ചികിത്സാ ഫലമുള്ള അല്ലെ. രണ്ടെന്താണ്? നമ്മുടെ ജനറിക് ഡ്രഗ്സും ബ്രാൻഡഡ് നെയിംസ് ഡ്രഗ്സ് എങ്ങനെയാണ്? ഒരേ ഔട്ട്കം അല്ലേ നമുക്ക് നൽകുന്നത്? ഒരേ ചികിത്സാ ഫലം അല്ലേ നൽകുന്നത്? ഇപ്പൊ പെനഡോള് കഴിച്ചാലും നമുക്ക് ആൽക്കോള് കഴിച്ചാലും പാരസെറ്റാമോൾ കഴിച്ചാലും അതിന്റെ ഔട്ട്കം എന്തായിരിക്കും? സെയിം ആയിരിക്കും. പെയിൻ റിലീഫ് അല്ലെ. അപ്പൊ എന്താണ്? ഒരേ ചികിത്സാ ഫലമുള്ള എന്നാൽ സാധാരണ വില കുറഞ്ഞ ബ്രാൻഡഡ് നെയിം മരുന്നുകളുടെ രാസപകർപ്പുകളാണ് ജനറിക് മരുന്നുകൾ അല്ലെ. ഒരേ ചികിത്സാ ഫലമുള്ള എന്നാൽ എന്താണ്? സാധാരണയായി ബ്രാൻഡഡ് ഡ്രഗ്സുകളെക്കാൾ വില കുറഞ്ഞ രാസപകർപ്പുകളാണ് ജനറിക് ഡ്രഗ്സുകൾ. ക്ലിയർ ആയോ? നമ്മ പറയാറില്ലേ നമ്മ എന്താണ് ഷൂകൾ എന്ന് പറയാറില്ലേ? നമ്മ കോപ്പി ഇതിന്റെ സെയിം ഡിറ്റോ കോപ്പി ആണെന്ന് പറയാറുണ്ട് അല്ലെ. അഡിഡാസിന്റെ തന്നെ ഡിറ്റോ കോപ്പി ആണ് ഇത് ഇല്ലേ, പറയാറില്ലേ? പക്ഷെ എന്താണ് അത് ബ്രാൻഡഡ് ആയിരിക്കോ? ഡിറ്റോ കോപ്പി എന്ന് പറയുന്നത് ബ്രാൻഡഡ് ആണോ? അല്ല അല്ലെ. അതിന്റെ ഒരു ഒരു പകർപ്പ് മാത്രമായിരിക്കും അല്ലെ. നമ്മൾ ഫസ്റ്റ് നമ്മുടെ നോട്ടത്തിൽ എന്താണ്? സെയിം സാധനം തന്നെ അല്ലെ. പക്ഷെ അത്രയും ക്വാളിറ്റി ഉണ്ടാവോ? അത്രയും ക്വാളിറ്റി ഉണ്ടാവോ? ബ്രാൻഡഡ് സാധനത്തിന്റെ അത്രയും ആ കോപ്പിക്ക് ഡിറ്റോ കോപ്പിക്ക് ഉണ്ടാവോ? ഇല്ല അല്ലെ. പിന്നെ എന്താണ്? ക്വാളിറ്റി ഉണ്ടാവില്ല. കോസ്റ്റ് ഉണ്ടാവോ? വില വരുമോ? നമ്മുടെ ബ്രാൻഡഡ് സാധനത്തിന്റെ അത്രയും വില വരുമോ? ഇല്ല അല്ലെ. അപ്പൊ ഇതെന്ത് പറയാ? ഒരേ ചികിത്സാ ഫലമുള്ള എന്നാൽ എന്താണ്? സാധാരണയായി ബ്രാൻഡഡ് മരുന്നുകളെക്കാൾ വില കുറഞ്ഞ രാസപകർപ്പുകളാണ് ജനറിക് മരുന്നുകൾ. ക്ലിയർ ആയോ? ബാക്കി എല്ലാവർക്കും ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കാം മിസ്. ഇനി നെക്സ്റ്റ് ജനറിക് വേഴ്സ് ബ്രാൻഡ്. ജനറിക്കും ബ്രാൻഡും തമ്മിലുള്ള ഡിഫറൻസ്. ഇതില് എല്ലാം പറയുന്നില്ല മിസ്, അതൊരു ബോക്സ് ആക്കി തരാട്ടോ നിങ്ങൾക്ക് പഠിക്കാനായിട്ട്. ഇതിൽ കുറെ കോസ്റ്റിനെ കുറിച്ച് ഇൻഷുറൻസ് കവറേജിനെ കുറിച്ചൊന്നും ബോക്സ് ഇതിൽ പറയുന്നില്ല. അതൊക്കെ മിസ് പറഞ്ഞു തരാട്ടോ. When it comes to the difference between generic and brand drugs, എന്താണ് ബ്രാൻഡ് ഡ്രഗ്സും ജനറിക് ഡ്രഗ്സുകളും തമ്മിൽ എന്താണ്? കുറച്ച് ഡിഫറൻസുകൾ ഉണ്ട് അല്ലെ, കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. The generic version of the drugs will differ in certain characteristics. എന്താണ്? ജനറിക് ഡ്രഗ്സുകൾ നമ്മുടെ എന്താണ് പാറ്റന്റ് ഡ്രഗ്സിൽ നിന്ന് ബ്രാൻഡ് ഡ്രഗ്സിൽ നിന്ന് എന്താണ് ചില ക്യാരക്ടറിസ്റ്റിക്സിൽ അല്ലെ, ചില സവിശേഷതകളിൽ വ്യത്യാസങ്ങളുണ്ട്, വ്യത്യാസപ്പെട്ടിരിക്കുന്നു. സച്ച് ആസ് ഇൻആക്റ്റീവ് ഇൻഗ്രീഡിയൻസ്. ഒരു ഡ്രഗ്സിന്റെ ഇൻആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് അതിലടങ്ങിയിരിക്കുന്ന ആ മരുന്നിൽ അടങ്ങിയിരിക്കുന്ന കണ്ടൻസിലെ കെമിക്കൽസ്. ആ കെമിക്കൽസ് എന്ത് ചെയ്യും? നമുക്ക് കഴിക്കുമ്പോ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിച്ചിട്ട് നമുക്ക് ഗുഡ് ഔട്ട്കം ഉണ്ടാക്കില്ലേ? നമ്മുടെ അസുഖം മാറ്റില്ലേ? ആണോ? ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാല് ഒരു മരുന്നിൽ അടങ്ങിയിരിക്കുന്ന ആക്റ്റീവ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ആക്റ്റീവ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മ ആ മരുന്ന് കഴിച്ചു കഴിഞ്ഞാല് ആ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തില് പ്രവർത്തിച്ചിട്ട് നമുക്ക് ഗുഡ് ഔട്ട്കംസ് ലഭിക്കുന്നതാണ് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ്. ക്ലിയർ ആയോ? ഇൻആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യും? മരുന്നുകൾക്ക്
ടേസ്റ്റിന് വേണ്ടിയിട്ട്, കളറിന് വേണ്ടിയിട്ട്, ഫ്ലേവറിന് വേണ്ടിയിട്ടൊക്കെ സാധനങ്ങൾ ചേർക്കില്ലേ? നമ്മൾ ഫുഡിൽ ചേർക്കാറുണ്ട് അല്ലെ? അതിനൊരു റെഡ് കളർ കിട്ടാനായിട്ട് അല്ലെങ്കിൽ അതിനൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് ചേർക്കാറുണ്ടോ? അതേപോലെ മരുന്നുകളിൽ എന്താണ് കളറിന് വേണ്ടി, ഫ്ലേവറിന് വേണ്ടി, അത് നമ്മൾ ടേസ്റ്റിന് വേണ്ടിയൊക്കെ ചേർക്കുന്ന ആ ഇൻഗ്രീഡിയൻസിനെയാണ് ഇൻആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ആക്റ്റീവ് ഇൻഗ്രീഡിയൻസും ഇൻആക്റ്റീവ് ഇൻഗ്രീഡിയൻസും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ആ മരുന്നിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കൽസ് അല്ലെങ്കിൽ കണ്ടൻസ് അതെന്ത് ചെയ്യണം? നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിച്ചിട്ട് നമുക്ക് നല്ല ഗുഡ് ഔട്ട്കംസ് ലഭിക്കണം അല്ലെ? നമ്മുടെ അസുഖങ്ങൾ ഭേദമാക്കണം. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ്. ഇൻആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കൊന്നുമില്ല വലിയ രീതിയിൽ. അത് എന്ത് ചെയ്യുള്ളൂ? ജസ്റ്റ് ടേസ്റ്റ് കൂട്ടാം, കളർ കിട്ടാം, അതല്ലെങ്കിൽ ആ മരുന്നിന് ഒരു ഫ്ലേവർ ലഭിക്കാം. അതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇൻആക്റ്റീവ് ഇൻഗ്രീഡിയൻസ്. ക്ലിയർ ആയോ? നമ്മ കുട്ടികൾക്ക് മരുന്ന്, നമ്മുടെ ചെറിയ മക്കൾക്ക് മരുന്ന് മേടിക്കുമ്പോൾ നമ്മ പറയാറുണ്ടോ? ഡോക്ടേഴ്സിനോട് അല്ലെങ്കിൽ ഫാർമസിയിൽ ചെല്ലുമ്പോൾ നമ്മ പറയും അല്ലെ, ഇന്ന ഫ്ലേവർ മരുന്ന് തന്നാ മതി എന്ന് പറയാറുണ്ടോ? ചിലപ്പോ സ്ട്രോബെറി, ഓറഞ്ച് ഫ്ലേവർ ഒക്കെ മരുന്ന്, മാംഗോ ഫ്ലേവർ ഒക്കെ മരുന്ന് ഉണ്ടാവാറുണ്ട് അല്ലെ? അപ്പൊ എന്ത് ചെയ്യും? നമ്മുടെ മക്കള് കൂടുതൽ കഴിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ ഫ്ലേവർ ചോദിച്ച് വാങ്ങാറില്ലേ? ആ ഫ്ലേവർ മരുന്ന് തന്നാ മതി കേട്ടോ. അതേപോലെ ഫ്ലേവറിന് അല്ലെങ്കിൽ കളറിന് ഒക്കെ വേണ്ടിയിട്ട്, ടേസ്റ്റിനൊക്കെ വേണ്ടി കൊടുക്കുന്നതാണ് ഇൻആക്റ്റീവ് ഇൻഗ്രീഡിയൻസ്. അപ്പൊ എന്താണ്? ചില ക്യാരക്ടറിസ്റ്റിക്സിൽ എന്താണ് നമ്മുടെ ജനറിക് ഡ്രഗ്സും മറ്റേ ബ്രാൻഡഡ് ഡ്രഗ്സും തമ്മിൽ ചില ക്യാരക്ടറിസ്റ്റിക്സിൽ വ്യത്യാസങ്ങളുണ്ട്. സച്ചാസ് എന്തൊക്കെയാണ്? ഇൻആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഇൻക്ലൂഡിങ് കളർ ആൻഡ് ഫ്ലേവറിംഗ് എന്ന് വെച്ചാൽ ഇൻആക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ കളറിന് വേണ്ടി, അതല്ലെങ്കിൽ ഫ്ലേവർ ടേസ്റ്റിനൊക്കെ വേണ്ടി, ഫ്ലേവർ ലഭിക്കാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇൻആക്റ്റീവ് ഇൻഗ്രീഡിയൻസ്. When differences such as certain inactive ingredients, example coloring, are important in the care of a particular patient. ചില കേസുകളിൽ ആ പേഷ്യൻസിന് ആ ഇൻഗ്രീഡിയൻസ് ഇൻആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് എന്ത് ചെയ്യും? ചിലപ്പോ അവരുടെ ആ പരിചരണം കെയറിനെ ബാധിക്കും. ഇപ്പൊ കളർ കൊടുക്കുക, അല്ലെങ്കിൽ ഫ്ലേവർ കൊടുക്കുക, അല്ലെങ്കിൽ ടേസ്റ്റ് കൂട്ടാനൊക്കെ ഉപയോഗിക്കുന്ന ആ ഇൻഗ്രീഡിയൻസ് ചിലപ്പോ അവരിൽ എന്ത് പറ്റാം? അലർജി പ്രോബ്ലംസ് ഉണ്ടാക്കാം അല്ലെ? ചില പേഷ്യൻസില് ആണോ? അലർജി ചില പേഷ്യൻസിൽ അത് എന്താണ്? അവർക്ക് അലർജി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഇറ്റ് മേ ബി എന്താണ്? Then differs such as certain inactive ingredients are important the care of particular patients. Particular patientsന്റെ പരിചരണത്തിൽ കെയറിലെ എന്താണ് ഈ ഇൻആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് എന്താണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? വളരെ പ്രധാനപ്പെട്ടതാണ്. ഇറ്റ് മേ ബി അപ്രോപ്രിയേറ്റ് ഫോർ ദ പ്രിസ്ക്രിപ്ഷൻ ഫിസിഷ്യൻ required that a specific brand be dispensed for a particular patient. അപ്പൊ ഡോക്ടർ എന്ത് ചെയ്യും? ആ പെർട്ടിക്കുലർ പേഷ്യൻസിന് ഇന്ന ബ്രാൻഡഡ് മെഡിസിൻ കൊടുക്കാൻ പറയോ? ഡിസ്പെൻസേഴ്സിനോട്, നമ്മുടെ ഫാർമസിയില് വിതരണം ചെയ്യുന്ന ആളുകളോട് എന്ത് പറയും? ആ പെർട്ടിക്കുലർ പേഷ്യൻസിന് ഇന്ന ബ്രാൻഡഡ് ആയിട്ടുള്ള മരുന്നുകൾ മാത്രം കൊടുത്താൽ മതി എന്ന് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നു, എഴുതി കൊടുക്കുന്നു. ക്ലിയർ ആയോ? ഇത് നമ്മുടെ മക്കൾക്ക് നമ്മ മരുന്നുകളുടെ ഫ്ലേവർ നോക്കി ചൂസ് ചെയ്യുന്നത് പോലെ എന്ത് ചെയ്യും? ചില പേഷ്യൻസിന് എന്ത് ചെയ്യും? ഇൻആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ചിലപ്പോൾ അവർക്ക് വല്ല അലർജി പ്രോബ്ലംസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് കാണും. എന്ത് ചെയ്യും? ഡോക്ടർ അവരുടെ ഹെൽത്തിന് പറ്റിയ, അവരുടെ ആരോഗ്യത്തിന് പറ്റിയ ബ്രാൻഡഡ് ഡ്രഗ്സുകൾ അവർക്ക് റെഫർ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ അല്ലേ? Even though certain characteristics may differ, such as inactive ingredients, in order for FDA to appropriate a generic drugs. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ടേബിൾ തന്നിട്ട് മിസ് ബാക്കി എടുക്കാം, അതായത് കൂടുതൽ നിങ്ങൾക്ക് ബെറ്റർ. മിസ് ടേബിൾ എഴുതി തന്നിട്ട് ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. മിസ് ഇന്ന് എടുത്തോടത്തോളം വരെ ഓക്കെ അല്ലേ? ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സുകളുണ്ട് നമ്മുടെ ബ്രാൻഡഡ് ഡ്രഗ്സും നമ്മുടെ എന്താണ് ബ്രാൻഡഡ് ഡ്രഗ്സും ജനറിക് ഡ്രഗ്സുകൾ തമ്മിൽ. കോസ്റ്റ് ഉണ്ട്, കോസ്റ്റ് പറയുന്നുണ്ട്. അതിന്റെ എന്താണ്
കോസ്റ്റ്, ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ്, സപ്ലയർ, ഇൻഷുറൻസ് കവറേജ്, ഇൻആക്റ്റീവ് ഇൻഗ്രീഡിയൻസ്, സേഫ്റ്റി, ഇഫക്റ്റ്, ഡോസേജ് പറയുന്നുണ്ട്, പിന്നെ അപ്പിയറൻസ് പറയുന്നുണ്ട്. അപ്പൊ അത്രയും ഒരു ബോക്സിലാക്കി മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ തന്നിട്ട് ഇതിന്റെ ബാക്കി എടുക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടിയും അത് എളുപ്പമാവും. മിസ് എടുക്കുന്നത് ക്ലിയർ ആണോ എല്ലാവർക്കും? മനസ്സിലാവുന്നുണ്ടോ? കുറെ പേർക്ക് മിസ് ആദ്യമായിട്ട് എടുക്കുന്നതാണ്, അതുകൊണ്ടാണ് ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മാം. Please. Thank you, ma'am. Thank you, ma'am. Yeah.